സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ചേലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 6 ആയി. ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഷാജി കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നോ? ആര്യ, തീർച്ചയായിട്ടും ഷാജി 1-2 ആഴ്ചയായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയായിരുന്നു. 47 വയസ്സാണ് ഷാജിക്ക്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശിയാണ്. ഇതോടുകൂടി ഷാജി അടക്കം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിച്ചവരുടെ എണ്ണം 6 ആയി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതോടൊപ്പം തന്നെ 11 പേർ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 2 പേർ ഉൾപ്പെടെ 11 പേർ ഇപ്പോൾ ചികിത്സയിലുമുണ്ട്. അതിൽ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിന്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരമാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിൽ തുടരുന്നു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിക്കുന്നത്. ഇതിലും തുടക്കത്തിലൊക്കെ ഈ പനിയും ജലദോഷവും ഒക്കെ വന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കാണിച്ചതിന് ശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. ഷാജിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് നടത്തിയ പരിശോധനാ ഫലം അത് പോസിറ്റീവായി എന്നുള്ളതാണ് കാര്യം. പക്ഷേ ഷാജി അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തുടരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും നേരത്തെ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അറിവുണ്ടായിരുന്നില്ല. 2 പേരായിരുന്നു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ഒരു വയനാട് സ്വദേശി സുൽത്താൻ ബത്തേരിയിലുള്ള ഒരു യുവാവായിരുന്നു. അദ്ദേഹം നേരത്തെ തന്നെ മരിക്കുകയും ചെയ്തു. 4ാമത്തെ മരണം ഈ വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയുടേതായിരുന്നു. വിവരങ്ങൾ നൽകിയത്.